ഹായ് ഓൾ, വെൽക്കം ടു ടെക്മോസ് എഞ്ചിനീയേഴ്സ്. നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഒരു ആർക്കിഫൈ ടോക്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുകയും അപ്പം അതിൽ പലതരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് വരികയുണ്ടായി. അതായത് വീട് റെസിഡൻഷ്യലും കൊമേഴ്ഷ്യലിലും പ്രൊജക്ട്സുകൾ വരുമ്പോഴത്തേക്കിനും സെൻട്രൽ ചെയ്യുമ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ട എന്തൊക്കെയോ സംശയങ്ങൾ വളരെയധികം നമുക്കത് ക്വസ്റ്റ്യൻസ് ബ്രീഫ് ചെയ്തപ്പോഴത്തേക്കിനും നമുക്കത് മനസ്സിലായത് ഒരു പോഡ്കാസ്റ്റ് പ്രോഗ്രാമായിട്ട് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാം എന്നുള്ളത്. അതിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാളോട് ഒന്നിലധികം പേരോട് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പിന്നെയും ക്വസ്റ്റ്യൻസ് വന്നതിന്റെ ബേസിസിലാണ് നമ്മൾ എന്നാൽ പിന്നെ ഇപ്പോൾ ഇനി ഒരു പ്രോഗ്രാമായിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു ഇത് ഫൈനലായിട്ട് എടുത്തത്. ഇന്ന് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനെയും ഞങ്ങൾ കവർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻസിൽ വന്നതില്ലേ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ വേണ്ടിയിട്ട് എന്തിനാണ് കൺസൾട്ടന്റിനെ ഹയർ ചെയ്യുന്നത്? പലരും ചോദിക്കുന്ന കൂടുതലായിട്ടും ചോദ്യം വരുന്നത് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം എന്ന് വെച്ചാൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ പറഞ്ഞ് ഒരുപാട് പേരോട് പറഞ്ഞു, വീണ്ടും ഈ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിലാണല്ലോ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് അതെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ ഒരു കൺസൾട്ടന്റിനെ ഹയർ ചെയ്താൽ ക്ലയൻറ്റിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അവർക്ക് പ്രൈസിങ് 100% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ പ്രൈസിങ് വരുമ്പോഴത്തേക്കിനും ഒരു വെൻഡറെ ആദ്യം സെലക്ട് ചെയ്യുന്നതിലുപരി ഒരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് അപ്പോൾ ആ ഡ്രോയിങ് സൈഡ് മുതൽ തന്നെ അദ്ദേഹത്തിന് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ BOQ കൊടുക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒരുപാട് എന്താണെന്ന് വെച്ചാൽ BOQ നമ്മുടെ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ ആ സ്റ്റാൻഡേർഡിൽ ഇവർക്ക് കൊട്ടേഷൻസ് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പം വെൻഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ വെൻഡർ ആയിരിക്കാം. അതെ. അപ്പൊ അവർക്ക് ആ പർട്ടിക്കുലർ ബ്രാൻഡിന് ചിലപ്പം എല്ലാ ടൈപ്പ് ഓഫ് മെഷീൻസും ഉണ്ടാവണമെന്നില്ല. അതെ. നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൽ അവൈലബിൾ എല്ലാ ടൈപ്സ് ഓഫ് മെഷീൻസും നമുക്ക് ക്ലയൻസിന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഏതാണ് ഇഷ്ടമുള്ളത് അവർക്ക് അത് സെലക്ട് ചെയ്യും. അത് നമ്മൾ ആദ്യമേ ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ ആദ്യമേ മെഷീൻ സെലക്ഷൻ നമ്മൾ കാണിക്കാറുണ്ട്. അതെ. ഇപ്പം ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് അവർക്ക് ബഡ്ജറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് അറിയത്തില്ല ഇത് ഇൻവെർട്ടറിൽ ചെയ്യണോ, VRF ചെയ്യണോ, നോൺ ഇൻവെർട്ടർ ചെയ്യണം. ഇപ്പൊ നോൺ ഇൻവെർട്ടർ മെഷീൻസ് അവൈലബിൾ ആണോ എന്ന് മറ്റേ ലാസ്റ്റ് ചെയ്ത പോഡ്കാസ്റ്റിൽ കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ആക്ച്വലി നോൺ ഇൻവെർട്ടർ മെഷീൻസും അവൈലബിൾ ആണ്. പക്ഷെ അത് മറ്റേ നോർമൽ സ്പ്ലിറ്റിലല്ല, ഈ ഡക്റ്റബിൾ മെഷീൻസിലാണെന്നുള്ളതാണ് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് അല്ലേ? അപ്പൊ ഈ നോർമൽ തന്നെ ഡക്റ്റബിൾ മെഷീൻസ് വരുമ്പോൾ അതിൽ തന്നെ പല കോൺഫിഗറേഷൻ, പല ടണ്ണേജ്, പല സ്പെക്കിൽ വരുന്നു. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ബിഗിനിങ് 1.5 ടൺ വണ്ണിപ്പം നിർത്തി. റീസെന്റ് ആയിട്ട് ഡൈക്കിൻ ഉണ്ടായിരുന്നു അല്ലെ, നിർത്തി. അപ്പൊ 1.5 എല്ലാ ബ്രാൻഡും 1.5 തൊട്ടിട്ട് മേലേക്കാണ് നമുക്ക് ടണ്ണേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ മെഷീൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷീൻ സെലക്ഷൻ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു എത്ര ടൈപ്സ് ഓഫ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതെ, നമുക്കിപ്പോൾ ഒരു നോർമൽ കാറ്റഗറി എടുക്കണമെങ്കിൽ മോർ ദാൻ 6 ടൈപ്സ് അവൈലബിൾ ആണ്. അതെ. ERF പോകുമ്പോൾ വേറെ, അത് നമുക്ക് പിന്നെ കവർ ചെയ്യാം, പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ 6 ടൈപ്പ് മെഷീനിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഓപ്ഷൻസ് ഇട്ട് കൊടുക്കുകയാണ്, നമ്മളെ ക്ലയൻസിന് ഇട്ട് കൊടുക്കണം. അവർക്ക് സെലക്ട് ചെയ്യാം, അവർക്കുള്ള ബ്രാൻഡ് നമുക്ക് പിന്നെ മാറ്റി വെക്കാം. പക്ഷേ എത്ര ടൈപ്പ് മെഷീൻ അവർക്ക് ഈ രീതിയിൽ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അത് എനിക്ക് തോന്നുന്നു കൂടുതൽ സീലിങ്ങിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു LGക്ക് റൗണ്ട് കസറ്റ്സ് അവൈലബിൾ ആണ്. അത് ഭയങ്കര LG സാംസങ്ങിനും അവൈലബിൾ ആണ്. ഇത് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ഈ റൗണ്ട് കസറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കിനും ഈ എനിക്ക് തോന്നുന്നു അത് ആ ഇന്റീരിയർ തീമിനോട് മാച്ചിങ് ആയിട്ട് അത് മാത്രമല്ല, 1 വേ കസറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ബ്രാൻഡിനെ പർട്ടിക്കുലർലി ഇതാക്കി പറയല്ല, പക്ഷെ അവൈലബിൾ ആയിട്ട് നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ആദ്യമേ ക്ലയന്റിന് കാണിക്കുന്ന എന്താണ്, ആദ്യമേ മെഷീൻ ടൈപ്സ് ഓഫ് മെഷീൻസ് കാണിച്ച് അതിനുശേഷം അവരുടെ റിക്വയർമെന്റ് ചെക്ക് ചെയ്ത്, ചില സൈറ്റിലൊന്നും കാസറ്റ് ആപ്ലിക്കബിൾ ആവില്ല കാരണം സീലിംഗിന്റെ ഹൈറ്റിൽ ഒരു ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇതൊന്നും അറ്റ് ദ എൻഡ് ഒരു കോൺട്രാക്ടറെ നിങ്ങൾ സമീപിക്കുമ്പോൾ ഒരുപക്ഷെ ഈ സജഷൻസ് കിട്ടത്തില്ല. അപ്പോൾ വൈകിപ്പോയി.
പിന്നെ അത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിഗിനിങ് തൊട്ട് തന്നെ കൺസൾട്ടന്റിനെ നിങ്ങൾ ഹയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷീൻ സെലക്ഷനിൽ നമുക്ക് ഹെൽപ്പ് ഉണ്ടാവും. അതിനുശേഷം എവിടെ മെഷീൻ പ്ലേസ്മെന്റ് ഉണ്ടാവും അല്ലേ, ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് നോക്കി നമുക്ക് റൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് തന്നെ എനിക്ക് തോന്നുന്നു ക്ലയന്റിന് വലിയൊരു സേവിങ് ഉണ്ടാവും. കാരണം കോപ്പറിന്റെ എക്സ്പെൻസ് കുറഞ്ഞു, അതുകൂടാതെ തന്നെ നമുക്ക് എന്താ പറയാ ലേബർ കുറഞ്ഞു. പിന്നെ ഈ ഡക്റ്റിങ്ങിന്റെ കേസ് വരുമ്പോൾ ഒരുപാട് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ നോർമലി ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ് കൺസൾട്ടന്റിനെ ഹയർ ചെയ്ത വലിയൊരു ഫീസ് അവർക്ക് കൊടുക്കേണ്ടി വരും. ഒരിക്കലും ഇല്ല. എനിക്ക് തോന്നുന്നു നോർമലി റെസിഡൻഷ്യൽ പ്രൊജക്ടിനൊന്നും ഫീസിബിൾ ഫീസ് തന്നെയാണ് കേരളത്തിലെ എല്ലാ കൺസൾട്ടന്റും. ഇത് നമ്മൾ മാത്രമല്ല, എല്ലാ കൺസൾട്ടന്റും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം വിളിക്കുന്നവർ ബാക്കിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എപ്പോൾ കോൺടാക്ട് ചെയ്യണം, നിങ്ങൾ എപ്പോഴാണ് കോൺടാക്ട്? നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് പാലക്കാട് നിന്ന് നമ്മളെ തൃശ്ശൂരിൽ നിന്ന് വിളിച്ച ആളെന്ന് പറഞ്ഞാൽ അവിടെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അപ്പോഴേ നമ്മൾ കോൺടാക്ട് ചെയ്തു. അതെ, ഡ്രോയിങ് തുടങ്ങിയപ്പോൾ തന്നെ. അതെ, നമുക്ക് അപ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ മെഷീൻ സെലക്ഷന് ഹെൽപ്പ് ഉണ്ട്. പിന്നെ ഇപ്പൊ അവർ റൂട്ടിങ് ഈസിയാണ്, ഡക്ട് റൂട്ടിങ് ഈസിയാണ്, പിന്നെ അത് പൈപ്പിംഗ് വളരെ ഈസിയാണ്. അപ്പോൾ അവർ അദ്ദേഹത്തിന് എക്സ്പോസ്ഡ് ആവാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് അത് അലൈൻ ചെയ്യാം. നമുക്കിപ്പോൾ പൈപ്പ് ലെങ്ത് കുറക്കേണ്ട ഔട്ട്ഡോറിന്റെ പൊസിഷൻ, ചില സ്ഥലത്ത് ഷോവാൾ ഉണ്ടാവാം, ഷോവാൾ ഇല്ലാത്ത സ്ഥലത്ത് ഷോവാൾ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യും. അതെ, അങ്ങനെ വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഔട്ട്ഡോർസ് ഒക്കെ അവിടെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പിന്റെ ലെങ്ത്തും കുറക്കാം. അതെ, ഇതില് ഈ കോസ്റ്റ് എഫക്റ്റീവിലുപരി അപ്പൊ എറേഴ്സ് കുറയ്ക്കുന്ന ഒരു കേസുണ്ട്. അപ്പം നമുക്കത് വഴി അതിലേക്ക് വരാം. അപ്പം പിന്നെ വന്നോ എനിക്ക് തോന്നുന്നു അധികം ക്വസ്റ്റ്യനും എല്ലാവരും ഒരു എന്താ പറയാ 3 BHK ചെയ്യാനായിട്ട് എത്ര രൂപയാകും എന്നുള്ളത് നമുക്ക് വളരെ ഒരു 7-8 പേരോളം ചോദിച്ചിട്ടുണ്ട് സെയിം ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറൗണ്ട് ഒരു 4.5 ലാഖിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത ഒരു ക്ലയന്റ് നമ്മളെ അവർക്ക് ഒരു എസ്റ്റിമേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ എസ്റ്റിമേറ്റ് കൊടുത്തു, അതും ഒരു 3 BHK ആയിരുന്നു. പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പം റേറ്റ് വന്നത് ഒരു 8.5 ലാഖ്. നിങ്ങൾ പോഡ്കാസ്റ്റിൽ 4.5 അല്ലേ പറഞ്ഞത്. പക്ഷെ ആക്ച്വലി ആ വീടെന്ന് പറയുന്നത് 3 BHK ആണ്. പക്ഷെ അവിടെ ഹോം തിയേറ്ററും ഉണ്ട്, അഡീഷണൽ ഓഫീസും ഉണ്ട്, പിന്നെ ഡൈനിങ് സെപ്പറേറ്റ്, ലിവിങ് സെപ്പറേറ്റ്, അങ്ങനെ എല്ലാ ഏരിയയിലും സെപ്പറേറ്റ് വരുമ്പോഴേക്ക് അത് കോസ്റ്റ് കൂടും. അതെ, അതായത് എനിക്ക് തോന്നുന്നു പോഡ്കാസ്റ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ ആ പ്രോഗ്രാം കണ്ടിട്ട് ഇപ്പൊ പറയാണ് 4 lakhs, നിങ്ങൾ 4 lakhsനാണല്ലോ പറഞ്ഞത്, ഇങ്ങനെ പറയും. ഇതൊരു തെറ്റിദ്ധാരണ. ചെന്ന് കഴിയുമ്പോൾ പറയാം എന്നാ ഒരു കാര്യം ചെയ്യാം, അവിടെ അതും കൂടെ ആഡ് ചെയ്തോ. ഇപ്പൊ പിന്നെ നമ്മൾ ചോദിക്കും സാറേ ഇതുപോലെ ലിവിങ് ആഡ് ചെയ്യണോ, ലിവിങ് ആഡ് ചെയ്തോ, പിന്നെ കിച്ചൺ ആഡ് ചെയ്തോ. നമുക്ക് എല്ലാത്തിനും ഉള്ള പ്രൊവിഷൻ നമുക്കുണ്ട്. അപ്പൊ ഇപ്പം ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, അപ്പൊ നിങ്ങൾ ഈ 4.5 പറഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 3 bedroom പ്ലസ് ഒരു ലിവിംഗ് ഓർ ഡൈനിങ് എന്ന രീതിയിൽ ഒരു 4 അല്ലെങ്കിൽ ഒരു 5 AC ഒരു വളരെ മിനിമൽ കണ്ടീഷനിലാണ് നമ്മൾ അത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സ്റ്റാൻഡേർഡ്. അതിൽ തന്നെ വേറെ കാര്യമുണ്ട്. ഈ പറയുന്ന VRF വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെൻട്രലൈസ്ഡ് AC നമ്മൾ VRF കുറിച്ചാണ് അന്ന് പറഞ്ഞത്. VRF വരികയാണെങ്കിൽ 11 ടൈപ്സ് ഓഫ് ഇൻഡോർ യൂണിറ്റ് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം. അതെ, അപ്പൊ ഓരോ ടൈപ്പ് ഇൻഡോർ യൂണിറ്റ് വരുമ്പോഴും കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ നോർമലി ഹൈ വാൾ സ്പ്ലിറ്റ് നമുക്ക് നോർമലി ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പ്ലിറ്റിന്റെ ഒക്കെ വെക്കുകയാണെങ്കിൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ VRF വെക്കുന്ന അധികം ആൾക്കാരും ഒരു പോസിബിലിറ്റി ഇല്ല എങ്കിൽ മാത്രമേ ഹൈ വാൾ സ്പ്ലിറ്റിലേക്ക് പോകാറുള്ളൂ. തീർച്ചയായിട്ടും കോമൺ, കാരണം ആ സെൻട്രൽ നിന്നുള്ള ആ ഫീല് കിട്ടണം. അവർക്ക് ആ ഗ്രില്ലൊക്കെ വെച്ച് ആ കളേർഡ്, അവരുടെ തന്നെ കസ്റ്റം കളേർഡ് ആയിട്ടുള്ള ഗ്രില്ലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും കോസ്റ്റിംഗ് പിന്നെയും കുറച്ചുകൂടെ കൂടും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രൈസിംഗ് എന്ന് പറയുന്നത് VRF തന്നെയാണ്, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. നമുക്കറിയില്ല ഓരോ റൂമിന്റെ സൈസ് എത്രയാണെന്ന്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മെഷീൻ സെലക്ഷൻ ഇതിലൊരു കാര്യം, നമ്മളിപ്പോ VRF എന്ന് പറയുന്നുണ്ട്, അത് അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്താണ് VRF എന്ന്. പക്ഷെ ചില ആൾക്കാർക്ക് അറിയത്തില്ല. തീർച്ചയായിട്ടും. ചിലവർ സെൻട്രലൈസ്ഡ് AC എന്താണെന്ന് ചിലപ്പോൾ അറിയത്തില്ല, VRF എന്താണെന്ന് അറിയില്ല. അതൊന്നും മുന്നേ നമ്മൾ ചെയ്തില്ല. ബ്രീഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് ഒരു 5 റൂമിൽ AC ചെയ്യണം. 5 റൂം, ആ 5 റൂമിൽ നോർമലി നമ്മൾ വെക്കുകയാണെങ്കിൽ 5 ഔട്ട്ഡോർ സിസ്റ്റം ഉണ്ടാവും. ഇൻഡോർ 5, ഔട്ട്ഡോർ 5. അത് നമ്മൾ കണക്ട് ചെയ്ത് സിംഗിൾ ഔട്ട്ഡോർ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് VRF, വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ എന്നാണ് അത് പറയുന്നത്. കൂടുതൽ ടെക്നിക്കാലിറ്റികളൊന്നും പോകണ്ട, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഇൻഡോർ മൊഡ്യൂളിന് ഒരു ഔട്ട്ഡോർ ഉണ്ടാവും എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു ഇൻഡോറിന് മൾട്ടിപ്പിൾ ഇൻഡോറിന് ഒരു ഔട്ട്ഡോർ, അതാണ് സിസ്റ്റം. അപ്പൊ ഇതിന്റെ ഒരു ഹൈറ്റ് ഒന്ന് പറയാമോ? കാരണം പലരും ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത് VRFന്റെ ഔട്ട്ഡോർ പോവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 2 ടൈപ്പ് എല്ലാ ബ്രാൻഡിലും അവൈലബിൾ ആണ്. ഒന്ന് സൈഡ് ഡിസ്ചാർജ്, ടോപ്പ് ഡിസ്ചാർജ്. സൈഡ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നോർമൽ ഒരു
സ്പ്ലിറ്റ് AC ഔട്ട്ഡോർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ 2 സ്പ്ലിറ്റ് AC വെച്ച് കഴിഞ്ഞാൽ മേലെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതായിരിക്കും സൈഡ് ഡിസ്ചാർജിന്റെ ഹൈറ്റ് നോർമലി വരുന്നത്. ഇനി ടോപ്പ് ഡിസ്ചാർജ് ഹൈറ്റ് വരികയാണെങ്കിൽ ഒരു 5 feet to 6 feet ഹൈറ്റ് ടോപ്പ് ഡിസ്ചാർജ് വരും. എനിക്ക് തോന്നുന്നു ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഡോറിനെക്കാളും കുറച്ചുകൂടി കൂടുതൽ. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കോമ്പാക്ട് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ഒരു വാഷിംഗ് മെഷീനേക്കാളും ഒരു കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതൽ വരുന്നു. അത്രേ വരുന്നുള്ളൂ. അതെ. പിന്നെ ഈ കൊമേഴ്ഷ്യലിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, കൊമേഴ്ഷ്യലിൽ എങ്ങനെ നമുക്ക് വന്ന ആ ജിമ്മിന്റെ ഒരു പ്രൊജക്ട് വന്നപ്പോഴത്തേക്കിനും. കൊമേഴ്ഷ്യൽ വരുമ്പോൾ കൊമേഴ്ഷ്യൽ ആക്ച്വലി സെൻട്രലൈസ്ഡ് AC പോകുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൂടുതലാണ്. അതെ. ഇപ്പം VRF എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പോകുമ്പം ഡക്റ്റബിൾ മെഷീൻസും ഉണ്ട്. അതിലെങ്കിലും കുറച്ചും കൂടി വലുതിലേക്ക് പോകുകയാണെങ്കിൽ AHUസും ഉണ്ട്. ഇനി അതിലും വലിയ കപ്പാസിറ്റീസ് പോവുകയാണെങ്കിൽ VRF എന്ന് പറഞ്ഞ മൊഡ്യൂൾ നമുക്ക് ഇവിടെയും കൊമേഴ്ഷ്യലി യൂസ് ചെയ്യാം. അതും കഴിഞ്ഞ് നമുക്ക് കപ്പാസിറ്റി കൂടുതൽ പോവുകയാണെങ്കിൽ നമുക്ക് ചില്ലേഴ്സ് എന്ന സാധനം അവൈലബിൾ ആണ്. എയർ കൂൾഡ്, വാട്ടർ കൂൾഡ് ചില്ലേഴ്സ് അവൈലബിൾ ആണ്. അങ്ങനെയുണ്ട് കൊമേഴ്ഷ്യൽ പോകുമ്പോൾ. അതെ. ഇപ്പൊ ഈ ചില്ലറിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ പോഡ്കാസ്റ്റിൽ ഒരു വ്യക്തി നമ്മളോട് വളരെ ഇതായിട്ട് എനിക്ക് ഇന്ന് കുറെ അധികം ആൾക്കാർ വിമർശിക്കുകയും ചെയ്തു, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആൾക്കാരുണ്ട്. അല്ല, നമുക്കിപ്പം ചില്ലറിന്റെ ഇൻഡോർ മൊഡ്യൂളിൽ അന്ന് മറ്റേ ക്വസ്റ്റ്യൻസ് വന്നത് ആക്ച്വലി നമ്മളത് പറഞ്ഞത് ഏതോ എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ എന്തോ ഒരു കേസാണ്. തീർച്ചയായിട്ടും 11 ടണ്ണ് കൊടുക്കുമ്പോ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ലുലു മാളിനെ കുറിച്ചാണ് അദ്ദേഹം എന്തോ പരാമർശിച്ചത്. ലുലു മാളിൽ ചില്ലറാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അതെ. പക്ഷെ ചില്ലർ എന്ന് പറയുന്ന സാധനം ബിൽഡിങ്ങിന്റെ പുറത്ത് വരുന്ന ഒരു യൂണിറ്റ് ആയിട്ട് മിനിമം ഒരു മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ സിമ്പിൾ ഔട്ട്ഡോർ എന്ന രീതിയിലേക്ക് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ചില്ലർ ആ ഒരു ഔട്ട്ഡോർ മെഷീൻ വെച്ചിട്ട് നമുക്ക് ചിൽഡ് വാട്ടർ ആണ് നമുക്ക് പ്രൊഡക്ഷൻ ആയിട്ട് കിട്ടുന്നത്. മറ്റേതില് റെഫ്രിജറന്റ് ആ വ്യത്യാസം. ആ ചിൽഡ് വാട്ടർ നമ്മൾ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക് വഴി എടുത്തു, നമ്മളത് ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. ബിൽഡിങ്ങിന്റെ അകത്ത് ഒരു സെപ്പറേറ്റ് ഇൻഡോർ സിസ്റ്റം പ്ലേസ് ചെയ്യുന്നു. അതുവഴി നമുക്ക് കോൾഡ് എയർ കിട്ടുന്നു. ആ കോൾഡ് എയറിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡക്ട് സിസ്റ്റം തന്നെയാണ്. അപ്പം ഏത് വെച്ചാലും അകത്ത് ഡക്ട് സിസ്റ്റം വേണം. അകത്ത് ഇൻഡോർ മൊഡ്യൂൾ സെയിം ആണ്. ഇദ്ദേഹം പറഞ്ഞത് ഈ പോഡ്കാസ്റ്റ് ചില്ലർ യൂണിറ്റിൽ ഇരുന്ന് കാണുന്ന ഞാൻ എന്ന് പറഞ്ഞാണ് കമന്റ് ചെയ്തത്. അപ്പൊ ഒരുപക്ഷെ എനിക്കപ്പോ ഇദ്ദേഹത്തിന് ചില്ലർ യൂണിറ്റിനെ പറ്റി അറിയാവുന്ന പോലെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോ. അതിലും വേറെ ആള് ചോദിക്കുന്നുണ്ട്, ലുലു മാളിൽ ഫുള്ള് ചില്ലറാണ് മാഷേ എന്നാണ് പറയുന്നത്. ചില്ലറാണ്, ശരിയാണ്. പക്ഷെ അകത്ത് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇൻഡോർ മൊഡ്യൂൾ ആണ്. അതിനകത്ത് നമുക്ക് AHU, FCU, ഡക്റ്റബിൾ എന്ത് വേണമെങ്കിലും പേര് വിളിക്കാം. നമുക്ക് ചില്ലർ വേണമെങ്കിൽ കാസറ്റ് യൂണിറ്റിലേക്ക് കൊടുക്കാം, ചില്ലർ വേണമെങ്കിൽ നമുക്ക് ഹൈവാൾ സ്പ്ലിറ്റിലേക്ക് കൊടുക്കാം, ചില്ലർ വേണമെങ്കിൽ ടവർ AC-ലേക്കും കൊടുക്കാം. അവിടെയും നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതൊന്നും അധികം ആൾക്കാർക്കും അറിയില്ല. അതാണ് മെയിൻലി ചില്ലർ എന്ന് പറഞ്ഞാൽ വേറൊരു സിസ്റ്റം ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു സെയിം തന്നെയാണ് ഓൾമോസ്റ്റ്. പക്ഷെ അതിന് റെഫ്രിജറന്റിന് പകരം വാട്ടർ യൂസ് ചെയ്യും. നമ്മളിപ്പോ ലാസ്റ്റ് മന്ത് വന്ന നമ്മൾ ഹോട്ടൽ പ്രൊജക്ടിലേക്ക് ക്ലയന്റിന്റെ നിർബന്ധമായിരുന്നു ചില്ലർ വേണമെന്ന്. ട്രെയിനിന്റെ ചില്ലറിലേക്കാണ് പോയത്. പക്ഷേ 160 TR കപ്പാസിറ്റി വരുന്നതാണ്. അതെ. ചില്ലറിലേക്ക് പോവാണെങ്കിൽ അത്രയൊരു ബെനിഫിറ്റ് പുള്ളിക്കകത്ത് കിട്ടത്തില്ല. കാരണം അവിടെ ചില്ലറിന്റെ സ്പേസ് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പല കേസ് വന്നപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്ത VRF-ന്റെ ഡക്റ്റബിൾ കോമ്പിനേഷൻ ആയിരിക്കും നല്ലതെന്നാണ്. അതെ, കാരണം അദ്ദേഹം നോയിസ് ഇഷ്യൂ പറഞ്ഞത്. കാരണം റെസിഡൻഷ്യൽ പ്രൊജക്ടിനോട് ചേർന്നിരിക്കുന്ന ഒരു ഇതായതുകൊണ്ട്, ഹോട്ടൽ പ്രൊജക്ട് ആയതുകൊണ്ട് അവർക്ക് മൾട്ടിപ്പിൾ ഔട്ട്ഡോർസ് വരുമ്പോഴത്തേക്കിന് നോയിസ് ഇഷ്യൂ വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചില്ലറിലേക്ക് പോയത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസൾട്ടന്റിനെ എപ്പോഴാണ് ഹയർ ചെയ്യണത്. ഇവിടെ എന്ന് പറഞ്ഞ തുടക്കത്തിൽ തന്നെ നമ്മളിത് ക്ലിയർ ചെയ്ത് കൊടുത്തു. പക്ഷെ ഒരുപക്ഷെ ഇത് അറിവില്ലാതെ എൻഡ് മൊമെന്റ് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഓർഡർ ചെയ്ത് ഇപ്പൊ ഒരു നോർമലി ചില വെൻഡേഴ്സ് ചെയ്യുന്ന കാര്യമുണ്ട്, ചിലതൊന്ന് ഹൈഡ് ചെയ്യും. എന്ത് ചെയ്യാവുന്ന ചോദിച്ചാലും ചെയ്യാവുന്നേ പറയുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല, നമ്മൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുക്കും. ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് എപ്പോഴും ഒരു ഗൈഡ് ലൈൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതെ, അത് കാരണമാണ് ലാസ്റ്റ് അദ്ദേഹം മറ്റേ ചില്ലർ എന്നുള്ളത് കട്ട് ചെയ്തിട്ട് VRF-ലേക്ക് പോയത് അല്ലേ? അതെ. ഓക്കെ, അപ്പം നമുക്ക് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൺസൾട്ടന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോജക്റ്റ്. കാരണം അവിടെ അതൊരു 4-star ഹോട്ടൽ പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ 4-star ഹോട്ടൽ പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ടും ഡെപ്ത് ആയിട്ടും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലയന്റിന് ഭയങ്കര നഷ്ടം ഉണ്ടാകും. അപ്പം നമ്മുടെ ആ പ്രൊജക്റ്റിൽ നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോഴേ പറഞ്ഞു ലീക്കേജ് ടെസ്റ്റ് ഉണ്ടാവും, സ്മോക്ക് ടെസ്റ്റും ഉണ്ടാവും, ലൈറ്റ് ടെസ്റ്റും ഉണ്ടാവും, ചിലപ്പോൾ പ്രഷറും ഉണ്ടാവും. നമ്മൾ ആദ്യമേ മെൻഷൻ ചെയ്തു.
അപ്പോൾ ആ വെണ്ടർ പറഞ്ഞത് അതിൻ്റെയൊക്കെ ആവശ്യം ഇവിടെ ഉണ്ടോന്നാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഡക്റ്റൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം ഇൻസുലേഷനൊക്കെ കംപ്ലീറ്റ്, നമ്മൾ ഓരോന്നിനും റിപ്പോർട്ട് വാങ്ങിക്കുമ്പം അതിന്റെ കറക്റ്റ് കറണ്ട് സ്റ്റേജ് ക്ലയന്റിനെ ഇൻഫോം ചെയ്ത് അതിന് ഏത് ടൈമിലാണ് നമ്മൾ സ്മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരാളെയും കൂടെ കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മളവിടെ സ്മോക്ക് ടെസ്റ്റ് ചെയ്തത്. അപ്പൊ ആ സ്മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് ഇദ്ദേഹം ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ 5.5 മെഷീൻ പ്ലേസ് ചെയ്ത് 5.5 മെഷീൻ പ്ലേസ് ചെയ്ത സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഔട്ട്പുട്ട് ഒരു 2.5 വല്ലതും കിട്ടുമെന്ന് എനിക്ക് തന്നെ സംശയം. അല്ല, എനിക്ക് തന്നെ സംശയമാണ്. കാരണം ഫുള്ള് ലീക്കാ. അപ്പൊ ആ ലീക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. ഇതിന്റെ താഴെ നമ്മൾ പ്ലേസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഫുള്ള് ലീക്കായിട്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് പിന്നെയും ചോദിച്ചിരുന്നു. നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും, അതായത് ഉറപ്പായിട്ടും നമുക്ക് ആ ഈ പറഞ്ഞ പോലെ സ്മോക്ക് ടെസ്റ്റും ലൈറ്റ് ടെസ്റ്റും ചിലപ്പോൾ പ്രഷർ ടെസ്റ്റും വരുന്നിരിക്കും. നമുക്ക് എന്നാലാണല്ലോ ക്ലയന്റിന്റെ സൈഡ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്നതിന് ശേഷം തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടണമല്ലോ. നമുക്കിപ്പോൾ ആരെയും ഫേവറിസം ഒക്കെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഹയർ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പർപ്പസിനാണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് എപ്പോഴും ക്ലയന്റിനോട് പറയാറുണ്ട്. അല്ലാതെ നമ്മൾ മുന്നേ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു മെഷീനിന്റെ ബ്രാൻഡിന്റെ പുറകെ പോകണമെങ്കിൽ ഒരു 40% ഉള്ളൂ. ബാക്കി 60% എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ ഡക്ട് സിസ്റ്റവും ഗ്രില്ലിന്റെയും കാര്യങ്ങളൊക്കെ വരും. തീർച്ചയായിട്ടും വരും. അതിൽ തന്നെ ഇപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കത് 2-3 പ്രൊജക്റ്റ് ചെയ്തതിന്റെ ബേസിസിലൊക്കെ ബ്രാൻഡിന്റെ ഡീലർഷിപ്പ് എടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ എൻട്രി ലെവൽ മെഷീൻസ് മുതൽ എൻട്രി ലെവൽ ഇപ്പൊ ഹയറൊക്കെ ഇപ്പം ഡക്റ്റബിൾ മെഷീൻസ് ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ടുകേൾവി ഇല്ലാത്ത ബ്രാൻഡുകൾ വരെ ഡക്റ്റബിൾ ഇറക്കുന്നുണ്ട്. അപ്പൊ ബ്രാൻഡ് മോശമാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ അവിടെ തൊട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് മാർക്കറ്റിംഗിൽ അവർക്ക് ആ ഒരു ലൊക്കേഷനിൽ ആളെ വേണം എന്നുണ്ടെങ്കിൽ ഡീലർഷിപ്പ് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ വേഗം കിട്ടിയതിരിക്കും അല്ലേ. അപ്പൊ ഈ ഡീലർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ആ ആൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നല്ലൊരു ടീമിനെ ഹയർ ചെയ്ത് കൊണ്ടുപോവുക എന്നാണ്. അതാണ് നോർമൽ മിനിമം വേണം സൊല്യൂഷൻ. പക്ഷെ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ബ്രാൻഡ് പുതിയതായിട്ട് ഇറങ്ങിയ ഒരു മെഷീൻ, അത് കൂടാതെ തന്നെ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഓപ്പൺ ചെയ്ത ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ആൾക്കാർ ചിലപ്പോൾ മിക്കവരും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം വലിയ പ്രൊജക്ടുകൾ ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഇവർക്ക് കുഴപ്പം വന്നു കഴിഞ്ഞാൽ കുറ്റം പോകുന്നത് നേരെ ബ്രാൻഡിൽ പോകും. അത് കൊള്ളൂല, കൂളിംഗ് ഇല്ല. തീർച്ചയായിട്ടും നമ്മളിപ്പം നമ്മള് ആലപ്പുഴയിൽ ഒരു ഹോട്ടൽ പ്രൊജക്ടിന്റെ ഇത് പോയപ്പോൾ ഓൾറെഡി അവിടെ മെഷീൻ ഉണ്ടായിരുന്നു. നമ്മളത് കൂളിംഗ് ഇല്ല എന്നിട്ട് വിളിച്ചപ്പോൾ അപ്പം ബ്രാൻഡിന്റെ കുഴപ്പമല്ല. നമുക്ക് ആ ബ്രാൻഡ് മെൻഷൻ ചെയ്യാം. ഇനി ചിലപ്പോൾ അല്ലെ ബ്രാൻഡ് മെൻഷൻ ചെയ്തേക്കാം. കാരണം ആ ബ്രാൻഡിന്റെ ഇഷ്യൂ അല്ല, അത് LGയുടെ മെഷീനായിരുന്നു. LGയുടെ മെഷീൻ LGയെ വളരെ മോശമായിട്ട് ആ ഓണർ പറഞ്ഞു. കാരണം ആക്ച്വലി LGയുടെ മെഷീൻ നല്ല മെഷീനാണ്, സൈലന്റ് ആണ്. കാരണം അവരുടെ എല്ലാ പാർട്സും അവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന. അതിപ്പം നമുക്കിപ്പോൾ ബ്രാൻഡിനോട് താല്പര്യക്കുറവോ പ്രത്യേകിച്ച് ഫേവറേഴ്സോ ഒന്നുമില്ല. എങ്കിലും നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് പറയാം. അപ്പം ക്ലയന്റ് പറഞ്ഞത് ആ ബ്രാൻഡ് എടുക്കരുതെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ അവര് വിശ്വസിച്ച് കൊടുത്തു. ഇപ്പൊ ആ ബ്രാൻഡ് മോശമായി. ആ ബ്രാൻഡ് അല്ല മോശമായത്. പക്ഷെ ആക്ച്വലി അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അവിടെ എയർ സപ്ലൈ കറക്റ്റ് അല്ല, ബാലൻസ്ഡ് അല്ല. അതാണ് അത് നമ്മൾ പിന്നെ അത് അവർ സജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളത് 2-3 വെന്റ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടി കൊടുത്തു. ഫ്ലോ കറക്റ്റായി വരുന്നില്ല. അതെ, അതാണ് അതിന്റെ റീസൺ. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്വെറ്റിംഗ് വരുന്നത് അതിനകത്ത് ചിലപ്പം ലീക്ക് ഉണ്ടോ ഇല്ലെന്ന് നമുക്കിപ്പോ നമ്മൾ നോക്കിയിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവാം. ഒരു ഏകദേശ CFM അതിന്റെ അതായത് ടെക്നിക്കൽ വേർഡാണ്, അതിലേക്കൊന്നും കിടക്കണ്ട. ഏകദേശ ഫ്ലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു, ബാലൻസ് ചെയ്ത് ഏകദേശം കൊടുത്തു. ഇപ്പൊ പെർഫെക്റ്റ് എന്നല്ല, ഓക്കെ. അതെ, നേരത്തെ കൂളിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്ന സാധനം ഇപ്പൊ കൂളിംഗ് ഇഷ്യൂ അത്രയില്ല. അപ്പം ബ്രാൻഡിന്റെ മോശമല്ല ഒരിക്കലും. ഇപ്പോഴും ബ്രാൻഡിന്റെ വെയിറ്റേജ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 40% വരെ വരുന്നുള്ളൂ അല്ലേ. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കാരണം വെച്ചാല് വളരെ കോമൺ, നമുക്ക് നോർമലി അഫോർഡബിൾ പ്രൈസിൽ എപ്പോഴും കിട്ടുന്നത് സ്പ്ലിറ്റ് എയർ കണ്ടീഷണേഴ്സ് ആണ് അല്ലെ. ഇപ്പൊ ഞാനും സ്പ്ലിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പുതിയൊരു വീട് വെക്കുമ്പോഴായിരിക്കും അദ്ദേഹം എല്ലാവരും വലിയ ഇതിലേക്ക് പോകുന്നത്, VRF അല്ലെ ഡക്റ്റബിൾ മെഷീൻ. നമുക്ക് പക്ഷേ നമുക്ക് കേരളത്തിൽ പല സ്ഥലത്തൊന്നും വിളിച്ച് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും സാധാരണ ചോദിക്കുന്നത് വീട്ടിലേക്ക് AC വാങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്. ചില കേസിൽ AC വാങ്ങിയതിന് ശേഷം കൂളിംഗ് ഇല്ല, അത് എന്തുകൊണ്ടാണെന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ വാങ്ങാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻപുട്സ് എന്ന രീതിയിൽ നമുക്കത് സജഷൻസ് AC വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെയായിരുന്നു ശ്രദ്ധിക്കേണ്ടെന്നൊരു കേസാണ്. അതായിരുന്നു അധികം പേരും ചോദിച്ചുകൊണ്ടിരുന്നത്. എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്ന ടിപ്സ്? തീർച്ചയായിട്ടും
ഓക്കെ, അപ്പം നമുക്ക് മാർക്കറ്റിൽ എൻട്രി ലെവൽ ഒരു 23,000 മുതൽ ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അല്ലേ? അതിലും ഓൺലൈനൊക്കെ ഉണ്ട്, അതിലും കുറഞ്ഞ വേണമെങ്കിൽ കിട്ടും. അതിലും കുറഞ്ഞത് ഉണ്ടോ? വാറണ്ടിയുള്ള മെഷീൻ എടുക്കുമ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്നത് 23 23 സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. 23 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 23 മുതൽ ഒരു 34-35 വരെ പോകും. 35 വരെ പോകുന്നുണ്ട്. അപ്പം ഈ ഇവിടെ ബ്രാൻഡ് സെലക്ഷൻ എടുക്കുന്നതിന് മുൻപ് ഇദ്ദേഹം നമുക്ക് എല്ലാവരും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ കൂളിംഗ് വാട്ട്സ് ആണ് അല്ലേ? പലരും പക്ഷേ ഇവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നോർമലി സ്പ്ലിറ്റ് എ സി എല്ലാവരും ഷോപ്പിൽ നിന്നായിരിക്കും വാങ്ങുന്നത്. ചിലപ്പോൾ ഈ ഡീലറിന്റെ ഷോറൂമിൽ നിന്ന് വാങ്ങണം എന്നില്ല, ചുരുക്കമായിരിക്കും. അതെ, ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ ഷോപ്പിലുള്ള സെയിൽസ്മാൻ ആയിരിക്കും പറയുക. അതായത് സ്പ്ലിറ്റ് എ സി മാത്രം സെയിൽ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ അവിടെ അല്ല പോകുന്നത്. ദാറ്റ് മീൻസ് അവിടെ ആ ഡീലർ അല്ല, നോർമൽ എല്ലാ ഹോം അപ്ലയൻസ് വെക്കുന്ന ഒരു ഷോപ്പിലായിരിക്കും പോകുന്നത്. അവിടെ പോയിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ ആ സെയിൽസ്മാൻ പറയും എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് പറയാം ഓക്കെ 1 ടൺ, അവിടെ 1 ടൺ മതി. 1 ടൺ എന്ന് പറയുന്നത് നമുക്ക് കുറേ ലിസ്റ്റ് കാണിച്ചു തരും, പല ബ്രാൻഡ് കാണിച്ചു തരും. ബ്രാൻഡിലേക്ക് നമ്മൾ പോകണ്ട, ജസ്റ്റ് ഓരോ ബ്രാൻഡിനെ അവർ കാണിച്ചു തരും, ഇതിന് ഇത്ര രൂപ എന്ന് കാണിച്ചു തരും. പക്ഷേ ആ സെയിൽസ്മാൻ പറയുന്നൊരു വിശ്വസിച്ചായിരിക്കും ഈ ഒരു കസ്റ്റമർ നേരെ അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത്. അത് 1 ടൺ തന്നെയാണോ കറക്റ്റ് കൂളിംഗ് ഔട്ട്പുട്ട് തരുന്നത് എന്നുള്ളത് 1 ടൺ പറഞ്ഞു, 1 ടൺ കിട്ടുമോന്ന് അറിയത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കേണ്ടിയിട്ട് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ടിപ്പ് കൊടുക്കാം. 1 ടൺ AC എന്ന് സെയിൽസ്മാൻ പറഞ്ഞാലും നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കണം, അതായത് എത്ര കൂളിംഗ് ഔട്ട്പുട്ട് ഉണ്ട്. ഏകദേശം ഒരു 3500 കൂളിംഗ് വാട്ട്സ് ആയിരിക്കും ഒരു ടണ്ണിന്റെ കപ്പാസിറ്റി. അപ്പൊ അത് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. സ്പ്ലിറ്റ് എ സിയുടെ സൈഡിൽ സ്റ്റിക്കറും ഉണ്ടാവും, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ചിലപ്പോൾ ഈ സെയിൽസ്മാൻ കുറച്ച് ടെക്നിക്കൽ നോളജ് ഉള്ളവരാണ്, ചിലപ്പോൾ അത് CFM മാറ്റും. CFM അല്ല നമ്മൾ പറയുന്നത്, നിങ്ങൾ സ്റ്റാർ റേറ്റിംഗ് നോക്കിയാൽ മതി. സ്റ്റാർ റേറ്റിംഗിന്റെ സ്റ്റിക്കറെ നോക്കിയാൽ എനിക്ക് ഒന്ന് കാണാൻ തോന്നുന്നു അല്ലേ? എന്നിട്ട് നമുക്ക് 3 സ്റ്റാർ വേണോ 5 സ്റ്റാർ വേണോ എന്നൊക്കെ പിന്നീട് ചെക്ക് ചെയ്യാം. അതായത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിന് ഡിസ്കൗണ്ട് നോക്കി വാങ്ങിക്കുമ്പോൾ അത് ആ ഔട്ട്പുട്ട് തരുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. ഇപ്പം കുഴപ്പമില്ല, ചുമ്മാ ഒരു AC ആണെങ്കിൽ 23,000 മേടിച്ച് വെച്ചാലും ഓക്കെ, പക്ഷേ അത് 1 ടണ്ണിന്റെ കൂളിംഗ് തരത്തില്ല. ആ ബ്രാൻഡിന് പിന്നെ കുറ്റം പറയാനും പറ്റില്ല. കാരണം വെച്ചാൽ മെഷീന്റെ എഫിഷ്യൻസി അത്രേ ഉള്ളൂ. അപ്പൊ അതിന് വെറുതെ ബ്രാൻഡിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണെന്ന് തോന്നുന്നു എനിക്ക്. അതെ. അപ്പം ഇപ്പം പ്രൈസിങ് ഇച്ചിരി താക്കുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഇച്ചിരി കുറയ്ക്കും. ഔട്ട്പുട്ട് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായി ഇത് വാങ്ങുന്ന കസ്റ്റമർ സഫർ ചെയ്യും. അത്രയേ ഉള്ളൂ. അതിനകത്തിപ്പം വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ ഒരു സെയിൽസ്മാൻ പറയുന്നതിലുപരി 100% അതിൽ ട്രസ്റ്റബിൾ ആകാതെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റിസർച്ച് ഇൻപുട്ടും കൂടി ഇടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കാൻ പ്രശ്നമൊന്നുമില്ല.